അസ്സലാമു അലൈക്കും. ഏറെ സങ്കടകരമായ ഒരു വാർത്ത കേൾക്കാനിടയായി. ഒരു പൊന്നുമോൻ്റെ മരണമാണ്. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു മകൻ മരണപ്പെട്ട വാർത്ത. പക്ഷെ ആ മരണവാർത്ത കേൾക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ ആരുടെയും കണ്ണു നിറഞ്ഞു പോകും. അത്രമേൽ വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു അത്. സ്വന്തം ഉമ്മയുടെ അരികിലേക്ക്, അതായത് മാസങ്ങളോളം വേദന സഹിച്ച് നൊന്ത് പ്രസവിച്ച ആ ഉമ്മയുടെ അരികിലേക്ക് വന്നെത്തുന്നത് തൻ്റെ സ്വന്തം മകൻ്റെ ചേതനയേറ്റ ശരീരമായിരുന്നു. ഉമ്മ ഒരു നേഴ്സാണ്, ഒരു ആശുപത്രിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. അവിടുത്തെ ഒരു ICUവിൽ, അതായത് അത്യാഹിത വിഭാഗത്തിൽ അവർ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന ആ ഉമ്മയുടെ അരികിലേക്കാണ് തൻ്റെ സ്വന്തം മകൻ്റെ ആ ഒരു ചേതനയേറ്റ ആ ഒരു ശരീരം വന്നെത്തുന്നത്. നമുക്കറിയാം, ആ ജോലി ചെയ്യുന്ന ആ ഒരു സഹോദരി, അവരെ സംബന്ധിച്ചൊരു പക്ഷേ അത്യാഹിത വിഭാഗത്തിലേക്കാകുമ്പോൾ അവർ ദിനം പ്രതി ഓരോ ശരീരങ്ങൾ കാണുന്നതാണ്. രക്തത്തിൽ കുളിച്ചു വരുന്ന ഓരോ ശരീരങ്ങളും രോഗികളുമൊക്കെ അവർ ദിനംപ്രതി കണ്ടുവരുന്നവരാണ്. പക്ഷെ അത്തരം കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു അന്ന് ആ ഒരു ദിവസം ആ ഉമ്മ തൻ്റെ സ്വന്തം മകനെ കാണുന്നത്. ഒരു മാതാവിനെ സംബന്ധിച്ചും ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ഉമ്മയുടെ അരികിലേക്ക് തൻ്റെ സ്വന്തം മകൻ്റെ ആ ഒരു മൃതശരീരം കൊണ്ടുവരുന്ന സമയത്ത് ആ ഉമ്മയ്ക്കുണ്ടായ ആ ഒരു വേദന, ആ പ്രയാസം എത്രത്തോളം വലുതായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ തൻ്റെ മകൻ്റെ ആ ഒരു മൃതശരീരം ആ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ആ കാഴ്ച കണ്ട ഉമ്മ പെട്ടെന്നിങ്ങനെ കുഴഞ്ഞു വീഴുകയാണ്. സഹിക്കാൻ കഴിയുന്നില്ല ആ കാഴ്ച കണ്ട്. പെരുമ്പിലാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അവിടെ ഒരു അൻസാർ ആശുപത്രി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് അവിടെയുള്ളൊരു ദേശീയ പാതയുടെ അരികിലാണ്. അപ്പോൾ സ്വാഭാവികമെന്നോണം നമുക്കറിയാം, ദേശീയ പാതയിലൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. വാഹനാപകടങ്ങളൊക്കെ നിരന്തരമായി ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ആ ഒരു അപകടത്തിൽ പരിക്കേറ്റു വരുന്ന ഒരുപാട് ആളുകളെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. ആ അൻസാർ ആശുപത്രിയിലാണ് സുലൈഖ എന്ന് പറയുന്ന സഹോദരി ജോലി ചെയ്യുന്നത്. അവർ അത്യാഹിത വിഭാഗത്തിലാണ്, അവിടുത്തെ ICUവിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു അത്യാഹിത വിഭാഗത്തിൻ്റെ മുന്നിലേക്ക് ഒരു ആംബുലൻസ് ഇങ്ങനെ പാഞ്ഞെത്തിയത്. ആ ആംബുലൻസിൽ നിന്നും ഒരു കുട്ടിയുമായിട്ട് അവിടെയുള്ള ജീവനക്കാർ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ആ കാഷ്വാലിറ്റിയിലേക്ക് ആ രോഗിയെ കൊണ്ടെത്തിക്കുകയാണ്. കാഷ്വാലിറ്റിയിലേക്ക് എത്തിയ ആ രോഗിയെ കണ്ടതും ആ ചേതനയേറ്റ ശരീരം കണ്ടതും സുലൈഖ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പെരുമ്പിലാവ് അൻസാരി ആശുപത്രിയിലെ കാഴ്ച എല്ലാവരെയും കരളലിയിപ്പിച്ചു കളഞ്ഞത്. ഒരു വാഹനാപകടമുണ്ടായി, ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ICUവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുലൈഖ അവിടേക്ക് പാഞ്ഞു വന്നത്. അത്തരത്തിൽ അപകടത്തിൽ പരിക്കേറ്റ് നിരവധി പേരെ പരിചരിച്ചിട്ടുള്ള സുലൈഖ പക്ഷേ ഇത്തവണ ഞെട്ടിപ്പോയി. വാഹനാപകടത്തിൽപ്പെട്ടത് തൻ്റെ സ്വന്തം മകനാണെന്ന് അറിഞ്ഞതോടുകൂടി സുലൈഖ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഓടിക്കൂടിയവർ അപ്പോഴാണ് മരിച്ച കുട്ടിയെക്കുറിച്ച് അറിയുന്നത്. ഇതോടെ ആശുപത്രി ജീവനക്കാരും തടിച്ചുകൂടിയവരും സങ്കടക്കടലിലായി. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് 15 വയസ്സ് മാത്രം പ്രായമുള്ള ഫൗസാൻ എന്ന് പറയുന്ന ഈ പൊന്നുമകൻ. അപ്പം ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് സൈക്കിളുമായി പോകുന്ന വഴിയിലാണ് ഒരു ഗ്യാസ് സിലിണ്ടറുമായിട്ട് വന്ന ഒരു പിക്കപ്പ് വാൻ വന്ന് ഈ മോൻ്റെ സൈക്കിളിലൊക്കെ ഇടിക്കുകയും അങ്ങനെ ഈ മകൻ മരണപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തത്. ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയിൽ സമീപത്തെ ഒരു കടയിൽ തൻ്റെ സൈക്കിള് അവിടെ ശരിയാക്കാൻ കൊടുത്തിരുന്നു. അത്തരത്തിൽ അവിടെ നിന്നും ശരിയാക്കിയ തൻ്റെ സൈക്കിളും അവിടെ നിന്നും തിരിച്ച് വാങ്ങിക്കൊണ്ട് ചവിട്ടാതെ നടന്നു പോകുന്ന ഒരു സമയത്താണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. ഉപ്പ മെഹബൂബ് തൻ്റെ മകനോട് പറഞ്ഞിരുന്നു, മകനെ ഞാൻ വരുന്ന സമയത്ത് സൈക്കിൾ ഞാൻ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ മകനാകട്ടെ തൻ്റെ ജ്യേഷ്ഠൻ, അതായത് തൻ്റെ ഇക്ക കൊടുത്ത പൈസ അതും വാങ്ങി ആ കടയിൽ നിന്നും സൈക്കിളും വാങ്ങി തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ ഒരു അപകടമുണ്ടായത്. അപകടമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ മാതാപിതാക്കളൊക്കെ പറഞ്ഞിരുന്നു, ആ സംസ്ഥാന പാതയിലൂടെ പോകുന്ന സമയത്ത് അവിടെ സൈക്കിളിലൊന്നും ചവിട്ടി വരരുത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആ മകൻ സൈക്കിളിൽ ചവിട്ടാതെ അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോയത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും, എത്ര തന്നെ ചെയ്താലും, എത്രയൊക്കെ നമ്മൾ മുൻകരുതലെടുത്താലും മരണം നമ്മളെ ഒരു നാൾ പിടികൂടുക തന്നെ ചെയ്യും. അതിന് പ്രത്യേകിച്ച് സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഒന്നും തന്നെ വേണ്ട. പ്രതീക്ഷിക്കാതെ ഏതു സമയത്തും കടന്നു വരുന്ന ഒന്നാണ് മരണം. അപകടത്തിൽ മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരനായ കൊങ്ങണ്ണൂർ വന്നേരി വളപ്പിൽ സുലൈമാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിനും പരിക്കേറ്റിരുന്നു. ആ പരിക്കേറ്റ അദ്ദേഹം അൻസാർ ആശുപത്രി തന്നെ ചികിത്സയിലാണ്. അപകടം നടക്കുന്ന സമയത്ത് ആ മകന് കുറച്ചെങ്കിലും ജീവനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് അവിടെ എത്തിയ നാട്ടുകാർക്കും അവിടെയുള്ള രക്ഷിക്കാനെത്തിയ ജീവനക്കാർക്കും ആളുകൾക്കൊന്നും ഈ കുട്ടിയെ ആദ്യം തിരിച്ചറിയാൻ സാധിച്ചില്ല.
പക്ഷെ പിന്നീട് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് അവർ ആശുപത്രിയിലേക്ക് ഓടുകയാണ്. പക്ഷേ ആശുപത്രിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ആ മകൻ മരണപ്പെട്ടു പോയി. അങ്ങനെ ഇവർ കൊണ്ടുപോയി അവിടെയുള്ള ഒരു അത്യാഹിത വിഭാഗത്തിലേക്ക്, കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന സമയത്താണ് അവിടെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിൻ്റെ മകനാണെന്നുള്ള കാര്യം അപ്പോഴാണ് അറിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് രോഗികളെ പരിചരിച്ചിരുന്ന, ദിനംപ്രതി ഒരുപാട് രോഗികളെ ചികിത്സിക്കുകയും നിരന്തരമായി കൊണ്ടൊരുപാട് മൃതശരീരങ്ങളൊക്കെ കാണുന്ന ആ ഉമ്മയുടെ കണ്ണിലേക്ക് ആദ്യമായി തൻ്റെ മകൻ്റെ ആ ഒരു ചേതനേറ്റ ശരീരം ആ കാഴ്ച കാണുകയാണ്. വല്ലാത്തൊരു വേദനയേറിയ ഒരു സംഭവമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നുമോന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അതോടൊപ്പം ആ പൊന്നുമോൻ്റെ കുടുംബക്കാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.